ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് സർവീസസ് എന്ന് പറയുന്ന സബ്ജക്റ്റിലുള്ള ലാസ്റ്റ് ചാപ്റ്റർ ഫിനാൻഷ്യൽ സർവീസസ് അതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ക്രെഡിറ്റ് റേറ്റിംഗ്. അപ്പോൾ ഇതിലുള്ള ക്രെഡിറ്റ് റേറ്റിങ്ങിലുള്ള എന്താണ് അതിൻ്റെ മീനിങ്, അതുപോലെ ഫങ്ഷൻസ്, ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ് ഒക്കെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ക്രെഡിറ്റ് റേറ്റിംഗ്? ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് വെച്ചാൽ ഒരു ഫിനാൻഷ്യൽ സർവീസാണ്. അത് മീൻസ് റേറ്റിംഗ് ഓഫ് ക്രെഡിറ്റ് വർത്തിനെസ് ഓഫ് എ കമ്പനി ബൈ എൻ ഇൻഡിപെൻഡൻറ്റ് ഏജൻസി. ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഏജൻസി കമ്പനീൻ്റെ ക്രെഡിറ്റ് വർത്തിനെസ് റേറ്റ് ചെയ്യുക, അതാണ് ക്രെഡിറ്റ് റേറ്റിംഗ്. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റ് വർത്തിനെസ് എന്താണ്? ക്രെഡിറ്റ് വർത്തിനെസ് എന്ന് ഉദ്ദേശിക്കുന്നത് കമ്പനീൻ്റെ കപ്പാസിറ്റിയാണ്, അതിൻ്റെ ഡെപ്റ്റ് പേയിങ് കപ്പാസിറ്റിയാണ് നമ്മൾ ക്രെഡിറ്റ് വർത്തിനെസ് പറയുന്നത്. അല്ലെ, കമ്പനിയുടെ എത്രത്തോളം അസറ്റ് ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം കപ്പാസിറ്റി അവർക്ക് ഉണ്ട് പേയ്മെൻറ്റ് ചെയ്യാൻ, അല്ലെ കടം വീട്ടാൻ വേണ്ടി അവർ കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളതിൻ്റെ ഒരു കാൽക്കുലേഷനാണ് ക്രെഡിറ്റ് റേറ്റിംഗ്. അതൊരു ഇൻഡിപെൻഡൻറ്റ് ഏജൻസിയാണ് ചെയ്യുന്നത് കമ്പനിക്ക് വേണ്ടിയിട്ട്. A rating agency collects the qualitative as well as the quantitative data relating to the company and assess the relative strength and capacity of a company to honor its obligations contained in the debt instruments. Agency qualitative ആയിട്ടുള്ള ആസ്പെക്റ്റും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ആസ്പെക്റ്റും കൂടെ കളക്ട് ചെയ്തിട്ട് അത് അസസ് ചെയ്യും. എന്നിട്ടാണ് അവരുടെ സ്ട്രെങ്ത് എത്രത്തോളമാണ്, അവരുടെ കപ്പാസിറ്റി, ക്രെഡിറ്റ് വർത്തിനെസ് എത്രത്തോളം ഉണ്ടെന്ന് അവരാണ് എന്നിട്ട് റേറ്റ് ചെയ്യുന്നത്. ക്വാളിറ്റേറ്റീവ് ആസ്പെക്റ്റും വേണം, ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റും വേണം. Credit rating is an opinion expressed by an independent professional organization after making a detailed study of all relevant factors. ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡിപെൻഡൻറ്റ് പ്രൊഫഷണൽ ഏജൻസി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഒപ്പീനിയൻ ആണ്, അല്ലേ. അതായത് ആ കമ്പനീൻ്റെ ഡീറ്റെയിൽഡ് സ്റ്റഡി ചെയ്തിട്ട് അവരുടെ റിലവൻറ്റ് ഫാക്ടേഴ്സ് ഡിസ്പ്ലേ ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ഒപ്പീനിയൻ, അതായത് ആ കമ്പനി ഇത്രത്തോളം ക്രെഡിറ്റ് വർത്തിനെസ് ഉണ്ട് ആ കമ്പനിക്ക് എന്നുള്ളതിൻ്റെ റിസൾട്ട് കൊടുക്കുക എന്നുള്ളതാണ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി അല്ലെങ്കിൽ ക്രെഡിറ്റ് റേറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് എന്താണ് ഫീച്ചേഴ്സ് ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് നോക്കാം. ക്രെഡിറ്റ് റേറ്റിംഗ് ഈസ് എ സ്പെസിഫിക് ടു എ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്, നോട്ട് ഫോർ എ കമ്പനി ആസ് എ ഹോൾ. ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറയുന്നൊരു സ്പെസിഫിക് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്, സ്പെസിഫിക് ടു എ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്, നോട്ട് കമ്പനി ആസ് എ ഹോൾ. കമ്പനി ഹോളായിട്ടല്ല ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇറ്റ് ഈസ് ഓൺലി എ ഗൈഡൻസ് ടു ദ ഇൻവെസ്റ്റർ, നോട്ട് എ റെക്കമെൻഡേഷൻ ടു ബൈ ഓർ സെൽ എ സെക്യൂരിറ്റി. അതായത് ഇൻവെസ്റ്റേഴ്സിന് മെയിൻലി ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും, അല്ലേ. കാരണം കമ്പനിക്ക് ഇത്രത്തോളം ക്രെഡിറ്റ് വർത്തിനെസ് ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിന് വളരെ നല്ല ഹെൽപ്ഫുള്ളാണ്. സോ ഇത് ഇൻവെസ്റ്റേഴ്സിനൊരു ഗൈഡൻസ് മാത്രമാണ്, അല്ലാണ്ട് ഒരു സെക്യൂരിറ്റീസ് ഇത് വാങ്ങിയാൽ ഓക്കെ, ഇതെന്ന് വാങ്ങിയാൽ നല്ലതാണെന്നുള്ളതിൻ്റെ ആ ഒരു റെക്കമെൻഡേഷൻ അല്ല ഇവിടെ കൊടുക്കുന്ന, ഓൺലി ഗൈഡൻസ് ആണ്. Ratings are expressed in code numbers. They are easily understandable by the investors. റേറ്റിംഗ്സ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് കോഡ് നമ്പേഴ്സിലാണ്, സിമ്പിൾസിലാണ്. അത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇൻവെസ്റ്റേഴ്സിന് ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആവാൻ വേണ്ടിയിട്ടാണ്. Rating process is based on the information supplied by the issuer and also the information collected from various other sources including personal interactions with various institutions. റേറ്റിംഗ് പ്രോസസ്സ് ബേസ് ചെയ്യുന്നത് ഇഷ്യൂവർ, അതായത് കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഇൻഫോർമേഷൻസ് മാത്രം വെച്ചിട്ടല്ല, അതർ സോഴ്സസ് വെച്ചിട്ടും കളക്ട് ചെയ്യുന്നുണ്ട്. അതായത് പേഴ്സണൽ ഇൻട്രാക്ഷൻസ് വഴി വിത്ത് വേരിയസ് ഓർഗനൈസേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷൻ, കമ്പനിയായിട്ട് ബന്ധമുള്ള മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് കമ്പയർ ചെയ്യുക, അവരുടെ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ കളക്ട് ചെയ്തിട്ടാണ് റേറ്റിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. It is an ongoing appraisal of security that is for the entire life of the security. അതൊരു ongoing security appraisal ആണ് for the entire life of the security. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫങ്ഷൻസ് ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ് ആണ്. ഫസ്റ്റ് പോയിന്റ്, ഡെവലപ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്. ക്രെഡിറ്റ് റേറ്റിംഗ് പ്രൊവൈഡ്സ് റിസ്ക് മെഷേഴ്സ് ഫോർ വേരിയസ് എൻറ്റിറ്റീസ് ആൻഡ് മേക്സ് ഇറ്റ് ഈസിയർ ഫോർ ഫിനാൻഷ്യൽ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്. അതായത് ക്രെഡിറ്റ് റേറ്റിംഗ് വഴി ഫിനാൻഷ്യൽ മാർക്കറ്റ്സിന് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് കുറക്കാനുള്ള മെഷേഴ്സ് അവർ പ്രൊവൈഡ് ചെയ്യും, അല്ലെ ക്രെഡിറ്റ് റേറ്റിംഗ്. അതേപോലെ ഈസിയർ ഫിനാൻഷ്യൽ മാർക്കറ്റ് പാർട്ടിസിപ്പൻസിന് മോർ ഈസിയർ ആയിരിക്കും ടു അസസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ക്രെഡിറ്റ് റിസ്ക്. ക്രെഡിറ്റ് റേറ്റിംഗ് ഹെൽപ്പ് ടു ഡെവലപ്പ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്. നെക്സ്റ്റ്, റെഗുലേഷൻ ഓഫ് ഫിനാൻഷ്യൽ markets. Regulation of financial markets. The credit rating act as a benchmark for regulation of financial market. Credit rating എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ് റെഗുലേഷൻ്റെ ഒരു ബെഞ്ച് മാർക്ക്, അത് മെയിൻ പോയിൻ്റ് ആണെന്നാണ് പറയുന്നത്. എസ്റ്റിമേഷൻ ഓഫ് റിസ്ക് പ്രീമിയം. ക്രെഡിറ്റ് റേറ്റിംഗ്സ് ആർ യൂസ്ഡ് ബൈ വേരിയസ് ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഡിറ്റർമൈനിങ് ദ റിസ്ക് പ്രീമിയം.
നെക്സ്റ്റ് എൻഹാൻസ്ഡ് ട്രാൻസ്പെറൻസി ഇൻ ദ ക്രെഡിറ്റ് മാർക്കറ്റ്സിൽ അത്രത്തോളം ട്രാൻസ്പെറൻസി ക്രെഡിറ്റ് റേറ്റിങ്ങിന് കൊണ്ടുവരാൻ സാധിക്കുന്നു. അലൗ ഫോർ മോർ ട്രാൻസ്പെറൻസി ഇൻ ഡീലിങ്സിൽ മോർ ട്രാൻസ്പെറൻസി കൊണ്ടുവരാൻ സാധിക്കുന്നു. ഹെൽപ്പ് ടു ദ ഗവൺമെൻറ്. Credit rating helps the government to raise funds by issuing securities and from international financial institutions like വേൾഡ് ബാങ്ക്. ക്രെഡിറ്റ് റേറ്റിംഗ് ഗവൺമെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി അല്ലേ, ഫ്രം ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയ വേൾഡ് ബാങ്കിൽ നിന്നൊക്കെ നമുക്ക് ഈ ഗവൺമെൻറ്റിന് ഫണ്ടുകൾ റേസ് ചെയ്യാൻ വേണ്ടി ക്രെഡിറ്റ് റേറ്റിംഗ് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ലിമിറ്റേഷൻസ് ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ് ആണ്. ഫസ്റ്റ് വൺ, ഓൺലി ഗൈഡൻസ്. ക്രെഡിറ്റ് റേറ്റിംഗ് ഗൈഡൻസ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓൺലി ഗൈഡൻസ് ടു ഇൻവെസ്റ്റേഴ്സ് ഇൻ ഡിറ്റർമൈനിങ് ദ ലെവൽ ഓഫ് റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്. ആ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗൈഡൻസ് മാത്രമേ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്നുള്ളൂ. അതായത് ഇൻവെസ്റ്റേഴ്സിന് ഇന്ന ഒരു സെക്യൂരിറ്റി റെക്കമെൻഡേഷൻ അല്ല ചെയ്യുന്നത്. അതായത് ആ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എത്രത്തോളം ഗൈഡൻസ് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ചുള്ള ഗൈഡൻസ് കൊടുക്കാൻ മാത്രമേ ക്രെഡിറ്റ് റേറ്റിംഗ് കൊണ്ട് സാധിക്കുള്ളൂ. Based on assumptions. Generally, the rating is done on the basis of assumption. In most of the case, rating is done on the basis of information supplied by the issuer. ഇഷ്യൂർ തരുന്ന ഇൻഫോർമേഷൻ വെച്ചിട്ട് തന്നെയായിരിക്കും ക്രെഡിറ്റ് റേറ്റിംഗ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ ഓൾമോസ്റ്റ് എല്ലാം അസംഷൻ്റെ ബേസിലാണ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് പറയുന്നത് കോമ്പറ്റേറ്റീവ് റേറ്റിംഗ്. wherever a firm believes that it is not possible for it to obtain a favorable rating grade, it may try for a much favorable rating. കോമ്പറ്റേറ്റീവ് റേറ്റിംഗ്സ് വെച്ചാൽ ഫേം ഇപ്പോൾ ഒരു കമ്പനി ഒരു റേറ്റിംഗ് ഏജൻസിനെ അഡാപ്റ്റ് ചെയ്തു. അപ്പോൾ അവർ തരുന്ന ഫേവറബിൾ തിങ്സ് വെച്ചിട്ട് അവർ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഫേവറബിൾ റേറ്റിംഗ് ഗ്രേഡ് അല്ല ഉള്ളതെങ്കിൽ അവർ വേറൊരു ഫേവറബിൾ റേറ്റിങ്ങിന് വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്യും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഉണ്ടാകുന്നത് കോമ്പറ്റീഷൻ കൊണ്ടാണ്, കോമ്പറ്റേറ്റീവ് റേറ്റിംഗ്സ് കൊണ്ടാണ്. അതായത് ആ ഫീൽഡിൽ റേറ്റിംഗ് ബിസിനസ് നടത്തുന്ന അവർ തമ്മിലുള്ള കോമ്പറ്റീഷൻ കൊണ്ടാണ്. അടുത്ത സ്റ്റാറ്റിക് സ്റ്റഡി. Ratings is static study to present past data of the company. Difference in rating rates. Same instrument may be rated differently by the two rating agency. This may confuse the investors. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഒറ്റൊരു റേറ്റിംഗ് ഏജൻസിക്ക് മാത്രം കൊടുക്കില്ല അല്ലേ. അപ്പോൾ 2-3 കമ്പനീസ് ഏജൻസിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കും. നെക്സ്റ്റ് ഇൻഎഫിഷ്യൻറ്റ് സ്റ്റാഫ്. if the staff of credit rating agency is inexperienced or less skilled, then the rating may not be perfect. അപ്പോൾ ഏജൻസിയിലുള്ള ആൾക്കാർ എക്സ്പീരിയൻസ് ഇല്ലാത്ത ലെസ് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഓഫ് കോഴ്സ് അവിടെ റേറ്റിംഗ് ഇംപെർഫെക്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ് ആണ്. പ്രൊവൈഡിങ് ആൻ അൺബേസ്ഡ് ഒപ്പീനിയൻ റിഗാർഡിംഗ് ദ കാപ്പബിലിറ്റി ഓഫ് എ കമ്പനി ടു സർവീസ് ഡെപ്റ്റ് ഒബ്ലിഗേഷൻ. ബയാസ് ഇല്ലാത്ത കമ്പനീൻ്റെ ബയാസ് ഇല്ലാത്ത ഒരു ഒപ്പീനിയനാണ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് പ്രൊവൈഡിങ് ക്വാളിറ്റി ഇൻഫോർമേഷൻ ക്രെഡിറ്റ് റിസ്ക്. ക്രെഡിറ്റ് റിസ്കിനെ കുറിച്ചുള്ള ക്വാളിറ്റി ആയിട്ടുള്ള ഇൻഫോർമേഷനാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രൊവൈഡിങ് ഇൻഫോർമേഷൻ ടു ഇൻവെസ്റ്റേഴ്സ് അറ്റ് ലോവർ കോസ്റ്റിൽ ഇൻവെസ്റ്റേഴ്സിന് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ട്രൂ ഇൻഫോർമേഷൻ ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻഡ്യൂസിങ് എ ഹെൽത്തി ഡിസിപ്ലിൻ ഓൺ കോർപ്പറേറ്റ് ബോറോവേഴ്സ്. ഹെൽത്തി ഡിസിപ്ലിൻ ആയിട്ടുള്ള ഒരു ട്രേഡ് തന്നെയാണ് ഇവർ തമ്മിൽ നടക്കുന്നത്.